അള്ളാഹുവിന്റെ ഖുർആനോത്, മുത്തുനബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കും. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം നിനക്ക് ലഭിക്കും. ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ യാസീൻ ഓതുന്നവൻ എന്താണോ മനസ്സിൽ കരുതിയത് അള്ളാഹു അത് അവന് കൊടുക്കും. യാസീൻ ഓതിയിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് യാസീൻ ചെറിയ ഒരു സൂറത്താണെന്ന് പറയുന്ന കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ തള്ളിക്കളയരുത്. എന്തിനാണ് ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാസീൻ ഓതുന്നത്? ഇനിയെങ്കിലും പഠിക്കടാ ചെറുപ്പക്കാരാ. തിരക്കാണല്ലോ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് ഫാത്തിഹ ഓതിയിട്ട് ഓടുന്ന മക്കളുണ്ട്. സ്നേഹം കൊണ്ട് പറയുകയാ, നിങ്ങൾ ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് യാസീൻ ഓതണേ. എന്തിനാ ഓതാൻ പറഞ്ഞത്? നിങ്ങൾ പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് നിർത്തിയിട്ട് ഓതിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്ക് ഓതാൻ അറിയുമെങ്കിൽ നിന്റെ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് യാസീൻ ഓത്. ആ യാസീൻ ഓതുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പാ 40 ദിവസം രക്ഷപ്പെടുമടാ പൊന്നുമോനെ. വാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്ന് യാസീൻ ഓതിയാൽ ആ മണ്ണിനടിയിൽ കിടക്കുന്ന നിന്റെ വാപ്പയുണ്ടല്ലോ, ആ വാപ്പയുടെ ഖബറിന്റെ അകത്ത് 40 ദിവസം അല്ലാഹു അദാബ് മാറ്റിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് വിശദീകരിക്കുന്നില്ല. നാലാമതായിട്ട് അല്ലാഹ് മുത്തുനബിയുടെ പൊരുത്തം വാങ്ങണേ, മുത്തുനബിയുടെ പൊരുത്തം വാങ്ങണേ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? അഞ്ചാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ മാതാപിതാക്കളുടെ അനുവാദവും പൊരുത്തവും നീ വാങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നിന്റെ ഉമ്മയുടെ അനുവാദം വാങ്ങണ്, നിന്റെ വാപ്പയുടെ അനുവാദം വാങ്ങണ്. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നീ തുടങ്ങല്ലേ പൊന്നുമോര്. എത്ര പേരാ വാപ്പയോട് അനുവാദം ചോദിച്ചത്? പുതിയ ബിസിനസ് തുടങ്ങുമ്പോ ഉമ്മാനോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? വാപ്പയോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? കൂട്ടുകാര് പറയുന്നത് കേട്ടുകൊണ്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അവസാനമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പടച്ചവനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്ന, ഉമ്മാ, എല്ലാം നഷ്ടപ്പെട്ടു പോയുമ്മ. അവസാനമല്ലടാ ചെറുപ്പക്കാരാ പറയേണ്ടത്. ഈ സദസ്സിലിരിക്കുന്നവരോട് പടച്ചവനെ നിങ്ങൾ ആരോട് പറയും? നിങ്ങളുടെ ഭാര്യമാരോട് പറയുമല്ലോ. നിങ്ങളുടെ ഭാര്യമാരോട് കച്ചവടം തുടങ്ങുമ്പോ പറയുമല്ലോ, പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോ ഭാര്യയോട് പറയുമല്ലോ. എന്തേ ഉമ്മയോട് പറയാത്തത്? എന്തേ ഉപ്പയോട് പറയാത്തത്? പറയേണ്ടത് അവരോടല്ലേ ചെറുപ്പക്കാരാ. ആദ്യമായിട്ട് പറയേണ്ടത് മാതാപിതാക്കളോടല്ലേ. ഭാര്യ ഇന്നലെ കേറി വന്നവളല്ലേ, അവൾ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളല്ലേ. മോനെ, നീ വിചാരിക്കും അത് ചെറിയ പാപമാണെന്ന്. ഇതൊക്കെയാണോ ഉസ്താദ് പറയേണ്ടത് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നിനക്കതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ, നിനക്കതിലൂടെ വരുന്ന നഷ്ടത്തെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ. പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ പെങ്ങള്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബികൾ കടന്നു വരികയാണ്. കണ്ണുകളോടെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അൽഖമദാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പെട്ട സ്വഹാബിയായ അൽഖമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളെ ചാരത്ത് കിടന്നു ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ
അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽക്കമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ മുത്തുനബി ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, അൽക്കമ 5 നേരവും നമസ്കരിക്കുമോ? സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽക്കമ ഒരു വഖത്ത് പോലും മുടക്കാത്ത സഹാബിയാ. പ്രവാചകൻ അവിടുന്ന് രണ്ടാമതായി ചോദിക്കുകയാ, അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽക്കമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ ഉമ്മയുമായിട്ട് എങ്ങനെയാണ് അൽക്കമ? ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, നബിയേ, ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാ, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകനാ. പക്ഷേ നബിയേ, അൽക്കമയുടെ ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ. അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും കേട്ടോ, ഓരോ മക്കളും കേട്ടോ, മോനെ, ഇത് നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാ. നിങ്ങളെ സിറാജിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നെ വേദനാൽ ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരാറ്. അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് മുത്തുനബിയുടെ മുന്നിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ഉമ്മാ, പൊന്നുമകനുമായിട്ട് എങ്ങനാ ഉമ്മ? അൽക്കമയുമായിട്ട് എങ്ങനെയാണ്? അവിടെന്ന് പറയുന്നു, നബിയേ, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്കവനോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, അവനെ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. പക്ഷേ ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ? ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ ആദ്യം പറയുന്നത് അവന്റെ ഭാര്യയോടാണ് നബിയേ. എന്തുണ്ടെങ്കിലും അവൻ ആദ്യം വന്നിട്ട് അവന്റെ കാര്യങ്ങൾ പറയുന്നത് അവന്റെ ഭാര്യയോടാ, പിന്നെ എന്നോട് പറയുകയുള്ളൂ. അവൻ രണ്ടാമത് എന്നോട് പറയുകയുള്ളൂ. അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയേ, ഞാൻ അവന്റെ ഉമ്മയല്ലേ നബിയേ, ഞാൻ അവനെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നബിയേ, അവൻ എന്നെക്കാലു സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കുമ്മ. അൽക്കമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അൽക്കമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല ഉമ്മ. നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്ക്. അൽക്കമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് പറഞ്ഞു, ഇല്ല നബിയേ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഞാനവന്റെ ഉമ്മയല്ലേ. എടാ ചെറുപ്പക്കാരാ, ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ഉമ്മാനെ ഭാര്യയുടെ വാക്ക് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ പേരിലല്ല, ഉമ്മാനെ കുത്തുവാക്ക് പറഞ്ഞതിന്റെ പേരിലല്ല. പിന്നെ എന്തുകൊണ്ടാണ് തന്റെ നാവ് പൊങ്ങാത്തതിന്റെ കാരണമെന്തെന്നറിയോ? എന്ത് കാര്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാ, എന്നെ ഉമ്മയോട് പറയാറുള്ളൂ. ആ ഒറ്റ മനസ്സ് വേദനിച്ചതിന്റെ പേരില്, ആ
ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചതിന്റെ പേരില് അവിടുന്ന് ഷഹാദത്ത് കലിമ പറയാ കഴിഞ്ഞില്ലെന്ന് ചരിത്രം പറയുമ്പോ സാധാരണ ഒരാളല്ല, അസ്വഹാബി കന്നുജൂ സ്വഹാബികളെ നക്ഷത്ര തുല്യരാ, അവരെ കൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ടവരാ. അവരെ നിങ്ങൾ ആരെ പിൻപറ്റിയാൽ നിങ്ങളുടെ സ്വർഗത്തിലാണ് സഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വഹാബിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉമ്മാനെക്കാല് സ്ഥാനം കൊടുക്കുന്ന, ഉമ്മയെക്കാല് ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ മുന്നിൽ പോയ സർവ്വരഹസ്യങ്ങളും പറയുമല്ലോ. പറഞ്ഞിട്ടെന്ത് കിട്ടാനാ ചെറുപ്പക്കാരാ? ഈ നിരന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, ഏതെങ്കിലും കച്ചവടം ചെയ്തിട്ട് നഷ്ടം വന്നപ്പോ, ഏതെങ്കിലും കച്ചവടം നടത്തിയിട്ട് നഷ്ടത്തിലായി ലക്ഷങ്ങളുടെ നഷ്ടം വന്നു, വീട്ടിൽ കയറി ചെന്നിട്ട് പെണ്ണുമ്പിള്ളയെടുത്ത് പറഞ്ഞ അവള് പറയുന്ന വാക്കെന്താ? അങ്ങനെ തന്നെ വേണം. ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഭാര്യയുടെ മുന്നിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഭർത്താവ് എടി എല്ലാം നഷ്ടപ്പെട്ടു പോയടി എന്ന് പറയുമ്പോ അവള് പറയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. എന്നാ നീ കച്ചവടം തുടങ്ങിയപ്പോ നിന്റെ ഉമ്മാനോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവസാനം ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഉമ്മാടെ മടിയിൽ പോയി കിടന്നിട്ട് ഉമ്മ എല്ലാം പോയുമ്മ എന്ന് പറയുമ്പോ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പോട്ടെ മോനെ, അല്ലാഹ് നിനക്ക് തരുമടാ, ആ ഒരു വാക്ക്, അതാ ഉമ്മ. അള്ളാഹു നമ്മുടെ ഉമ്മമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, അള്ളാഹ് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മാന്റെ അടുക്ക പോയി പറഞ്ഞാൽ ഉമ്മ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് തലോടിക്കൊണ്ട് പറയും, ദുആ ചെയ്യും. അതാ ആ ഒരു ദുആയ നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മാനെ കുറിച്ച് മനസ്സിലാക്കണം. ചില മക്കൾ അങ്ങനെ എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ട് പോകും. പെണ്ണും കെട്ടി, മക്കളുണ്ടായി, മക്കളെയും കെട്ടിച്ചു, അവർക്കും മക്കളായി. എന്നാലും ഉമ്മായും വാപ്പായും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കടയിൽ പോകുകയാണെങ്കിൽ പറയും, ഉമ്മ കച്ചവടത്തിന് പോവാ, ദുആ ചെയ്യേ. എല്ലാ ദിവസവും രാവിലെ കട തുറക്കാൻ പോകുമ്പോ ഉമ്മാനോട് പറയും, വാപ്പയോട് പറയും. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് മാതാവിനോട് ചോദിച്ചു, ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോകുകയാ, തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാൻ എന്തുകൊണ്ട് വരണം? പെണ്ണുമ്പിള്ളയോട് ചോദിക്കും, ആമിന ഗൾഫിൽ നിന്ന് ഞാൻ വരുന്നടി എന്ത് വേണം? അവളൊരു ലിസ്റ്റ് ഇട്ട് തരും. മലേഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് വരാനൊരുങ്ങുന്ന ചെറുപ്പക്കാരൻ ഭാര്യയോട് ചോദിക്കും, നിനക്കെന്ത് വേണം? അവളൊരു വലിയ നോട്ടീസ് ഇട്ട് തരും. അവൾക്ക്, അവളുടെ മാതാപിതാക്കൾക്ക്, അവളുടെ അനിയത്തിമാർക്ക് വലിയ ലിസ്റ്റ്. എന്നാ ഉമ്മാനോട് ചോദിക്കാറുണ്ടോ, ഉമ്മ നിങ്ങൾക്ക് എന്ത് വേണം? ആ ഉമ്മാടെ ദുആ കൊണ്ടല്ലേ നീ സൗദി പോയത്, നീ ഗൾഫിൽ പോയത്, നീ മലേഷ്യ പോയത്. എവിടെന്നാ മോനെ ഈ പണമൊക്കെ ഉണ്ടാക്കിയത്? നട്ടം തിരിഞ്ഞ് ഈ നാട്ടിലൂടെ തെക്ക് വടക്ക് നടന്നപ്പോ ഉമ്മ 50 രൂപ പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ മോനൊരു ജോലി കിട്ടാൻ ദുആ ചെയ്യ്, ഗൾഫിൽ പോവാ. അങ്ങനെ നീ ഗൾഫിൽ പോയി. അള്ളാഹുവേ, അവിടെ പോയപ്പോ കാട്ടറബിയുടെ കൂടെ നടക്കണത്, വലിയ ചൂട്, വലിയ കഷ്ടപ്പാട്, ശമ്പളമില്ല, ഭക്ഷണമില്ല, കുബൂസും വെള്ളവും. വിളിച്ചു പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ഇല്ല മോനെ, അറബിയുടെ മനസ്സൊക്കെ മാറും, ഞാൻ ദുആ ചെയ്തോളാം. പടച്ചവനെ, ഉമ്മ ഇവിടെ കിടന്ന് ദുആ ചെയ്തു. അപ്പൊ അൽഹംദുലില്ലാ അറബിയുടെ മനസ്സ് മാറി, ശമ്പളമായി, റബ്ബിന്റെ സഹായം കിട്ടി. അൽഹംദുലില്ലാ നീ നല്ല നിലയിലായി, വലിയ വീട് വെച്ചു, എല്ലാമായി. എന്നിട്ട് നാട്ടിലേക്ക് വരാൻ സമയത്ത് നീ ഭാര്യയോട് ചോദിക്കായി എന്ത് വേണം? ഉമ്മാനോട് ചോദിക്കാറില്ല. വാപ്പാനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നതിൽ പലരും ഗൾഫിൽ പോയിട്ട് പ്രവാസികളാ. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ഗൾഫിൽ നിന്ന് വരാൻ സമയത്ത് നിങ്ങളുടെ വാപ്പാനോട് ചോദിച്ചിട്ടുണ്ടോ, വാപ്പ നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന്? ചോദിക്കത്തില്ല. കാരണം എന്തേ? എപ്പോഴും വാപ്പ ഇങ്ങനെ കടിച്ചോണ്ട് നടക്കും, ചിരിക്കാറില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വാപ്പായ്ക്ക് നമ്മളോട് സ്നേഹമില്ലെന്ന. എന്നാൽ ഉമ്മാനെക്കാളും സ്നേഹം വാപ്പയ്ക്കാ, പക്ഷെ പുറത്ത് കാണിക്കാറില്ല. വാപ്പമാര് സ്നേഹം പുറത്ത് കാണിക്കാറില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ തോടി കയറിയിരിക്കും. അതുകൊണ്ടാ കൊച്ചുകുട്ടികളെയും പട്ടിക്കുട്ടികളെയും അടുപ്പിക്കരുതെന്ന. കാരണം എന്തേ? ഇങ്ങോട്ട് കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വിലയുണ്ടാകത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പമാർ അത് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹമാ. അള്ളാഹുവേ, എല്ലാരും പറയാറുണ്ട് ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നേന്ന്. അപ്പൊ ഈ അടുത്ത് കാസർഗോഡുള്ളൊരു ചെറിയ പയ്യൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്, അപ്പൊ വാപ്പാടെ കാലിന്റെ ചുവട്ടി ജഹന്നമാണ് കിടക്കണെന്ന് വെച്ചേ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ലുക്മാൻ എന്ന, ഒരു സൂറത്തിന്റെ പേര് തന്നെ ലുക്മാൻ എന്ന. ആ ലുക്മാനുൽ ഹക്കീം തങ്ങൾ ഒരു യാത്രയ്ക്ക് പോകാൻ തയ്യാറായപ്പോ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ പോയിട്ട് വരുമ്പോ എന്ത് വേണം എന്റെ ഉമ്മച്ചിക്ക്, എന്റെ പെറ്റുമ്മായ്ക്ക് എന്ത് വേണം, ഞാൻ കൊണ്ടുവരാ ഉമ്മ. ഉമ്മ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ഇല്ല ഉമ്മ പറ. ആ സമയത്ത് പറഞ്ഞു, നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വന്നാ മതി, ഒന്നും എനിക്ക് വേണ്ട. നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരണം. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, സ്വർഗത്തിലെ മണ്ണ് വേണോ? അതിനെന്തിനാ ഞാൻ പോയിട്ട് വരണവരെ കാത്തിരിക്കണേ? ഇപ്പൊ തരാം ഉമ്മ. ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടേ? ഉമ്മാടെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഒന്ന് കാലുവെക്കുമ്മ. ഉമ്മ കാലുവെക്കിയപ്പോ ആ കാല് ചുംബിച്ചിട്ട് കാലിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി ഉമ്മയുടെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.